18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നിയമമില്ല ഇവിടെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കള്ളനാണെന്നുള്ള പഠിപ്പ് ആദ്യം പഠിപ്പിക്കണം. ആരാ? നിങ്ങളെ പൈസന്റെ അഹങ്കാരം ഒന്നും കുട്ടിയെ കാണി. അങ്ങ് കണ്ടല്ലോ ആ ചങ്ങാതി 27ാമത്തെ വയസ്സിൽ മകനെ അടിച്ചു കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ? ആ 7ാം ക്ലാസ്സിൽ നിന്ന് ഒരിക്കലും അച്ഛൻ ചെയ്യാൻ പാടില്ലാത്ത ഐഫോൺ സ്വതന്ത്രമായി വാങ്ങിച്ചു കൊടുത്തെടുത്തുനിന്ന് തുടങ്ങി കുട്ടിയുടെ നാശം. ശരിയാണോ തെറ്റാണോ? ഇപ്പൊ കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കുകയും വേണ്ട സാധനങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം ശക്തമാവുന്നത്. ശരിയാണോ? ഇനി എനിക്ക് ഇങ്ങോട്ട് നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നതെന്ന് അറിയോ? ഈ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം നിങ്ങളോട്. നിങ്ങളുടെ നാട്ടില് കള്ളും കഞ്ചാവൊന്നും ഇല്ല, സിഗരറ്റ് ഒന്നും ഇല്ല. കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ? കള്ളു കുടിച്ചൊരു മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവുമോ? ഒരു സ്വകാര്യം കൂടി ഞാൻ പറയാം ആദ്യം. എനിക്ക് ഒരു സംശയം, ഈ കള്ളു കുടിച്ച് റോഡുമ്പോൾ കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ടില്ല? നിങ്ങൾ കണ്ടിട്ടില്ല? ഈ റോഡുമ്പിൽ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ നോക്കട്ടെ, നിങ്ങൾ മനുഷ്യന്മാരാണോ എന്ന്. നിങ്ങൾ കിടന്നോക്കെ പോട്ടെ, എന്തൊരു തോന്നിയാസാന്നൊക്കെ നിങ്ങൾ പറയാ. നിങ്ങൾ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, ഉത്തരവാദിത്വ ബോധമുള്ളതാണ് കുടുംബമെങ്കിൽ ആ കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യൻ കള്ളു കുടിച്ച് റോഡിന്റെ മേലെ ഇങ്ങനെ കിടക്കുവോ? 10,000 ഉറുപ്പിന്റെ കിടക്ക വീട്ടിലുള്ള സുന്ദരിയായ ഭാര്യ കെട്ടിപ്പിടിക്കാനുള്ള 2 മക്കൾ കാത്തിരിക്കുന്ന ഒരു വീട്ടിലെ മനുഷ്യൻ വേണ്ടാത്ത ലഹരി ഉപയോഗിച്ച് റോഡുമ്മ കിടക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ ആ മനുഷ്യന് കട്ടിലുമ്മ കിടക്കാനുള്ള സമാധാനം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അപ്പൊ എല്ലാവർക്കും അതിൽ ഒരു മനുഷ്യൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഞാൻ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നോക്കുമ്പോൾ കണ്ടുപിടിച്ചൊരു സാധനം എന്ന് പറയുന്നത്, കള്ളു കുടിച്ച് നശിച്ച മനുഷ്യ ജന്മങ്ങളെല്ലാം നിങ്ങൾ ഈ നാട്ടിലെ കള്ളു കുടിച്ച് നശിക്കുന്ന ജന്മങ്ങൾ നിങ്ങൾ എടുക്കുക, അതിൽ 90% മനുഷ്യന്മാരും കള്ളുകുടിയിലെത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഭാര്യയും ഭർത്താവും അടികൂടുന്ന വീട്ടിലെ കുട്ടിയാണ്. ഭാര്യയും ഭർത്താവും ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന വീട്ടിലെ കുട്ടിയാണ്. അവിടെ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂടി പിരിഞ്ഞ് നശിപ്പിച്ചാൽ മക്കളെ മുമ്പിൽ 2 കൂടി കോലം കെട്ടി അടികൂടും. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങളെ ഭർത്താവോട് നിങ്ങൾ ഭയങ്കര സ്നേഹ. എന്റെ ഭാര്യ എന്നെല്ലാം കാണും നിങ്ങൾ. ഇപ്പൊ ആദ്യം ഭയങ്കര സ്നേഹയില്ല. എന്റെ ഭാര്യ ഞാൻ പറഞ്ഞില്ല, വാട്സപ്പിലൊക്കെ വേറെ സ്വഭാവം. എനിക്ക് കാണുമെന്ന് ഇപ്പൊ ആലോചന നിങ്ങളോ ഇങ്ങനെ ചൂളെ വരുന്നുണ്ടേ. ഞാനിപ്പോ രാത്രി എത്ര സമയത്ത് എന്റെ വീട്ടിലെത്തുമ്പോ എനിക്ക് വിശക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഭാര്യയോടെങ്കിലും ഭാര്യ എന്തെങ്കിലും തിന്നുവാനുണ്ടോന്ന് ഓളെ വർത്താനങ്ങൾ കേൾക്കണം. തിന്നറ മൂടി വെച്ച് തിന്നു എന്നോട് മേശപ്പുറത്ത് പോയിട്ട്. എനക്കാണെ വിശന്നുകൊണ്ട് തിന്നണ്ടേ, നമ്മളെ വയറല്ലേ. ഞാൻ വിചാരിച്ചു സ്വഭാവം അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് മേശപ്പുറത്ത് നിന്ന് മൂടിയെല്ലാം തുറന്നിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നുമ്പില്ല. ഞാൻ കേൾക്കുന്ന വർത്താനം നരങ്ങള് നമുക്ക് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഓള് വർത്താനം പറയാൻ നിങ്ങൾ കേൾക്കണം. ഓള് പറയാ, തിന്നോടാ, ഇറങ്ങിയോടാ, ഓറ് വന്നോടാ, എന്നോട് എന്റെ ഭാര്യക്കും 2 സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അവളോട് പൊരുത്തപ്പെടുക? പക്ഷെ ഞാനോട് പറഞ്ഞ് നിങ്ങൾ അത് മാത്രല്ല, കൊല്ലം കഴിയുന്തോറും അടി കൂടുകയും ചെയ്യും. അല്ല, നിങ്ങൾ ഭർത്താവോട് അടികൂടലുണ്ടാ? അടികൂടുമ്പോൾ നിങ്ങൾ ഭർത്താവോട് പറയുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടങ്ങൾ അല്ല, ഓപ്പറേറ്ററെ അടികൂടലുണ്ടാ? ഭാര്യ എന്നാ പറയാൻ നിങ്ങളോട്? ഞാനൊരു സ്വകാര്യം പറയട്ടെ. എന്റെ ഭാര്യ ആദ്യമെല്ലാം നല്ലതാണ്, ആദ്യമെല്ലാം വിട്ടേക്ക്. ഇപ്പൊ ഓൾ എന്നോട് പറയുന്ന വർത്താനം കേൾക്കണം. അടികൂടുമ്പോ എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോൻ വന്നിനേനു, ഉണ്ടക്കണ്ണ്, ആന ചെവിയെ. ഇതാരെ മുമ്പെന്നാ പറയുന്നറിയോ? എന്റെ 8ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ മോളെ മുമ്പ്. എന്റെ 8ാം ക്ലാസ് ചോദിച്ചല്ലോ ഓളോട്, അമ്മക്ക് ആ ഉണ്ടക്കണ്ണനെ കഴിച്ചാ പോരേനാ, ഈ പൊട്ടപ്പനെ കഴിക്കണേനോന്ന് എന്നോട്. പിന്നെ എങ്ങനെ എന്റെ മകളുടെ മുമ്പിൽ ആത്മാഭിമാനബോധത്തോടുകൂടി ഞാൻ നടക്കുക? എന്റെ മകൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവും. ഓളോട് പ്രണയത്തിന്റെ ലോകത്തേക്ക് പോകുന്നുള്ള ബോധം വേണ്ടേ? ഓള് സൂയിസൈഡ് ചെയ്യുന്നുള്ള ബോധം വേണ്ടേ? ലഹരിക്ക് അടിമപ്പെടൂല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞെല്ലാം പറഞ്ഞു, നമ്മൾ ഇനി ഈറ്റകളെ മുമ്പിൽ അഭിനയിക്കണം, ഇല്ലെങ്കിൽ ഐറ്റകൾ ഏടെങ്കിലും പോയി നശിച്ചു. ഭാര്യ പറഞ്ഞു നമ്മൾ അഭിനയിക്കും. ഞാൻ അപ്പോൾ ഓള് പറഞ്ഞു, അങ്ങനെ നശിച്ചു പോയാൽ ഏതെങ്കിലും ഒരുത്തൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത ഒരാളാരാന്നറിയോ? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അങ്ങനെ നശിച്ചു പോയ ഒരാള്. CR7 റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ചങ്ങായിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൊണാൾഡോ ലോകത്തുള്ള ലെജൻഡാണ്, ഇതിഹാസമാണ് അല്ലെ. ഓന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓൻ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയില്ല.
അങ്ങനെയൊക്കെ നന്മയുടെ പറുദീസ് അല്ലെങ്കിൽ നന്മയുടെ അങ്ങേയറ്റത്തെ മനുഷ്യനായിട്ട് എനിക്ക് റൊണാൾഡോനെ കുറിച്ച് തോന്നി. എല്ലാവരും നല്ല തന്നെ. പക്ഷെ ആ റൊണാൾഡോന് ഒരു തകരാറുണ്ട്. ഓനോ ആരെങ്കിലും തൊട്ടിക്കുണ്ടാവും കീറി അങ്ങ് ഇട്ടോളൂ. കണ്ടി നിങ്ങള് ഓനൊന്നും ഇങ്ങനെ ഒന്തിയായില്ലേ, ഓന് ഉരുട്ടി അങ്ങ് ഇട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇത്രയും ലെജൻഡ് പെട്ടെന്ന് വയലന്റ് ആവാൻ എന്തുകൊണ്ടാവും വയലന്റ് ആകുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? സെക്കൻഡിൽ 540 റുപ്യ അവന്റെ വരുമാനം. അതായത് റൊണാൾഡോ ഒന്നിങ്ങനെ കണ്ണു കൂട്ടിയായില്ലേ, 540 റുപ്യ ഈച്ചയിൽ. നിങ്ങളൊന്ന് കൂട്ടിയാട്ടെ. നിങ്ങളിപ്പോ കൂട്ടിയെടുത്ത് നിങ്ങൾ എന്തെല്ലാം കണ്ടത്? ആറിയിട്ട തുണി, പിന്നെ പശു എന്തായിക്കുന്നുള്ള തോന്നും. മനസ്സിലായി? അങ്ങനെയല്ല. റൊണാൾഡോ ഇങ്ങനെ ഒരു പ്രാവശ്യം 540, രണ്ടൂടെ 1050, നാലോട് കൂട്ടിയ 3060 റുപ്യ ഈച്ചയിൽ വരുന്ന മനുഷ്യ ഓനോട് ചൂടാവുമ്പോൾ വല്ലാണ്ട് വയലന്റ് ആവും. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റൊണാൾഡോന്റെ ഈ സ്വഭാവ വൈകൃതത്തിന് കാരണം ആരാന്നറിയോ? 3.5 വയസ്സ്. റൊണാൾഡോ ഒന്നും കോടീശ്വരനായിട്ട് ജീവിച്ച മനുഷ്യനല്ല. റൊണാൾഡോന്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ പാത്രം കഴുകിയിട്ട് അവനെ പോറ്റിയത്. ആ 3.5 വയസ്സിൽ ഫുട്ബോൾ കളിച്ച് തളർന്നു വരുന്ന റൊണാൾഡോ വീട്ടിലേക്ക് വരുമ്പോ റൊണാൾഡോന്റെ കുടിയനായ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ ഈ കുടിച്ചു വരുമ്പോ ഈ അമ്മ അങ്ങോട്ടിൽ നിന്നൊക്കെ എച്ചിൽ ഭക്ഷണങ്ങൾ വാങ്ങിയിട്ട് പാത്രത്തിൽ ഇവന് തിന്നാൻ വേണ്ടി വെക്കുമ്പോ ഈ അച്ഛനില്ലേ, ഇവൻ തിന്നാൻ വേണ്ടി പാത്രം തുറക്കുമ്പോൾ പാത്രം തട്ടി അങ്ങ് ഉരുട്ടിയിട്ടാണ്. ആ നിലത്ത് വീണ ഭക്ഷണങ്ങൾ ആക്രത്തോടുകൂടി കൊതിയോടുകൂടി വീണ്ടും എടുത്ത് തിന്നുമ്പോ ഇല്ലേ, അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഓടി കഞ്ചാവടിച്ച് നശിച്ചുപോയ അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ആ ഭക്ഷണ പദാർത്ഥത്തെ ചവിട്ടി തിന്നാൻ പറ്റാത്ത രീതിയിലേക്ക് ചവിട്ടി മെതിച്ചു കളഞ്ഞു. 3.5 വയസ്സ് മുതൽ വീടുകളിൽ നിന്ന് കാണുന്ന ഈ പീഡന പരമ്പരയുടെ അവസാനത്തെ ഭാവമാണ് റൊണാൾഡോന്റെ സ്വഭാവ വൈകൃതം. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ഇനിയും ഞാനും അടികൂടിയായില്ലേ, ഈറ്റയ്ക്ക് സ്വഭാവ വൈകൃതം വരും. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവരുത്, ലഹരിക്ക് അടിമപ്പെടരുത്, പ്രണയത്തിന് അടിമപ്പെടരുത് എന്ന് പറഞ്ഞപ്പോ ഓള് പറഞ്ഞു, ഇനിയിപ്പോ നമ്മളെന്താ ആക്കുക? ഞാൻ പറഞ്ഞ ഈറ്റകളെ മുമ്പിൽ അഭിനയിക്കുക. ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരി. ഏതാ അഭിനയം എന്ന് പറഞ്ഞു ഞാൻ? ലവിയുടെ കണ്ണ, ചോറ് തിന്നുട, ഒരു ഉരുള അങ്ങോട്ടറ, ഒരു ഉരുള ഇങ്ങോട്ടറ. ഇങ്ങനെ ഈറ്റകളെ മുമ്പിൽ നിന്ന് ഞാനും ഭാര്യയും പ്രണയം നടിക്കുമ്പോ അച്ഛമ്മ തിന്നോടാ, പശു പുല്ല് തിന്നോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ഇല്ലേ, 6 മാസം കൊണ്ട് എന്റെ മക്കൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്റെ മക്കളിപ്പോ എന്റെ വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, പശു പുല്ല് തിന്നൊന്നും നോക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളോട് ഇഷ്ടമുണ്ട്. കാരണം എന്താ? നമ്മൾ അവരെ മുമ്പിൽ അഭിനയിച്ചപ്പോഴാണ്. എന്നാലും എന്റെ ഭാര്യക്ക് ഒന്ന് പറഞ്ഞാൽ തിരിയിലോട് ചോദിക്കാണേ, ഇതെപ്പ നമ്മൾ അടി കൂടുക? ഞാൻ പറഞ്ഞടാ, ഈറ്റകളെ മുമ്പ് നല്ല അടി കൂടാണ്ടിട്ടുള്ളൂ. ഐറ്റകൾ സ്കൂളിൽ പോയാൽ കൂടാലോ. ഇവിടുത്തെ പശുവിന്റെ സ്വഭാവം നന്നാക്കുക നമ്മൾ നോക്കണ്ട. ഐറ്റക്ക് പശുവിനെല്ലാം നല്ല സ്വഭാവ ഗുണമുണ്ട്. ഇനി എന്ത് കളിച്ചാലും പശുവിന്റെ സ്വഭാവം മാറൂല. അതുകൊണ്ട് ആരുടെ സ്വഭാവത്തെ നമ്മൾ നോക്കേണ്ടത്? നമ്മളെ മക്കൾ പ്രണയത്തിന് അടിമപ്പെടാതിരിക്കാൻ, ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ഭാര്യയും ഭർത്താവും മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും സ്നേഹിച്ചും പോറ്റണം. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാണ്ട് മക്കൾ എന്റെ മക്കളൊന്നും ചെയ്യൂല. നിങ്ങൾ മക്കളോട് സംസാരിച്ചില്ലെങ്കിൽ ഐറ്റകള് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആരോടോ സംസാരിക്കും. സ്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂൾ. ഐറ്റകൾ ആരോട് മുണ്ടൂലപ്പാന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചോ, ഐറ്റകൾ ഏതോ ഒരു അതോ ലോകത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ മോൾ ആരോടും സംസാരിക്കാണ്ടാവുമ്പോ എനിക്ക് പേടിയാണ്. ആ 15 വയസ്സുകാരി അച്ഛനും ഉപ്പയോടും ഉമ്മയോടും നാട്ടുകാരോടും സംസാരിക്കണം, ഇടപെടണം. അല്ലാണ്ട് റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മിണ്ടൂല, ചിരിക്കൂല, നമ്മളോടൊന്നും മിണ്ടൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആരോടോ മിണ്ടുന്നുണ്ട് ആ കുട്ടി. ആ ബോധം ആർക്കുണ്ടാവണം? പാരന്റ്സിന് ഉണ്ടാവണം. ഓക്കെ, സംഗതി എല്ലാം മനസ്സിലായല്ലോ. ഇപ്പൊ കള്ളു കുടിച്ചാൽ മണക്കുമല്ലോ, സിഗരറ്റ് വലിച്ചാൽ മണക്കും, ബബിൾഗം തിന്നാൽ മണക്കും. അതിനപ്പുറത്തേക്ക് ഈ ബബിൾഗം സിഗരറ്റ് തിന്നാൽ ക്യാൻസർ വരും, കഞ്ചാവ് വലിച്ചാൽ സിഗരറ്റ് ക്യാൻസർ വരും. ഈ ഒരു ബോധത്തോടു കൂടി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇതിനേക്കാൾ ഭീകരനായ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് നിർത്തണം. കള്ള് മണക്കുന്നെല്ലാം പറഞ്ഞല്ലോ, പക്ഷേ കള്ളിനേക്കാൾ കഞ്ചാവിനേക്കാൾ ഭീകരനായ ഒരു സാധനം കേരളത്തിന്റെ മണ്ണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ പുതിയ DGPയുടെ പേര് പ്രഭദ ചന്ദ്രശേഖർ IPS അവർകൾ. കേട്ടിട്ടുണ്ടോ? ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹം വന്നത്. ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് കേരളത്തിൽ ജോയിൻ ചെയ്ത ദിവസത്തിന് ശേഷം 2 ദിവസത്തിനിപ്പുറം കേരളത്തിലെ രക്ഷാകർത്താക്കളോട് ആരാധ്യനായ DGP അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അത് കേരളത്തിൽ ഡ്രഗ് ടെററിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലും. എന്ത് ടെററിസം? ഡ്രഗ് ടെററിസം. അതായത് ഭീകരവാദം ലഹരിയിലൂടെ. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഇതേ രീതി, അതേ തന്നെയാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത്. കേരളത്തിൽ ഇതേ രീതിയിൽ ലഹരി പോവുകയാണെങ്കിൽ 7.5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ യുവാക്കളൊന്നും കാണാനുണ്ടാവില്ല. ആ ഒരു പേടിയാണ് ഞാൻ വന്നപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്.
ഇവിടെ ആ 4 വയസ്സിനിടയിൽ 20 വയസ്സിനിടയിൽ ഉള്ള കുട്ടികളെ കാണുന്നില്ല എങ്കിൽ ഈ നാട് ഡ്രഗ് ടെററിസത്തിന് ഇരയായോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും മാത്രമല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിക്കണം. ശരിയല്ലേ? ഇത് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങളെ മക്കൾ സ്കൂളിൽ പോയി വരുമ്പോ എല്ലാ രക്ഷാകർത്താക്കളും മക്കളുടെ ബാഗ് പരിശോധിക്കണം. നിങ്ങൾ ആരെങ്കിലും ബാഗ് പരിശോധിച്ച? ഇതേ രീതിയിൽ കേരളം പോവാണെങ്കിൽ ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചു, ഇവിടെ CPM ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല, IUML ഉണ്ടാവില്ല, മുസ്ലിങ്ങൾ ഉണ്ടാവില്ല, ഹിന്ദു ഉണ്ടാവില്ല, ക്രിസ്ത്യനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതേ രീതിയിൽ രാസലഹരി കേരളത്തിൽ കൂടുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഒരൊറ്റ മതം, ഒരൊറ്റ രാഷ്ട്രീയം, ഒരൊറ്റ സംഘടന, അതിന്റെ പേര് രാസലഹരി എന്നായി. MDMA, സ്റ്റാമ്പ്, സ്റ്റിക്കർ പോലുള്ള സാധനം 4 വയസ്സുകാരന്റെ വയറ്റിൽ നിന്ന് ഞങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ 19 വയസ്സുള്ള ചങ്ങാതി പോലീസിന്റെ മുമ്പിൽ ഈ പോലീസിനെ കണ്ടപ്പോ ഈ 1 ഗ്രാം വായന്റെ ഉള്ളിലേക്ക് ഇട്ടപ്പോ പാമ്പ് പടഞ്ഞു മരിക്കുന്ന പോലെ റോഡ് മുതൽ പടഞ്ഞു മരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. 29 രക്ഷാകർത്താക്കൾ മരിക്കാൻ കാരണം, കൊല ചെയ്യപ്പെടാൻ കാരണം ഈ രാസലഹരിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഈ കുടുംബ സംഗമത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ 4 വയസ്സുകാരൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം. ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടില്ല? അത് ശരി, എന്തിട്ടാ നിങ്ങൾ ഇതിന്റെ പോരാട്ടത്തിന് വന്നിനി? ഇതൊരു വെള്ളപ്പൊടിയാട്ടോ, വെള്ളപ്പൊടി. നിങ്ങൾ പഞ്ചസാര തരി കണ്ടിട്ടുണ്ടോ? 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും. കർപ്പൂരം കണ്ടിട്ടുണ്ടോ? കർപ്പൂരം പോലെ ഉണ്ടാവും. ഉപ്പ് കഷ്ണം കണ്ടിട്ടുണ്ടോ? ഉപ്പ് കട്ട ഉപ്പ് അതുപോലെ ഉണ്ടാവും. ഇതിന് 1 ഗ്രാമിന് 2500 രൂപ മുതൽ 48,000 രൂപ വരെ വിലയുണ്ട്. എത്രയിന്? 1 ഗ്രാമിന്, ഒന്നുകൂടി ആവർത്തിച്ചിട്ട്, 1 ഗ്രാമിന് 48,000 രൂപ വരെ വില. ഈ സാധനമാണ് കേരളത്തിലെ 4 വയസ്സുകാരന് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ സ്റ്റേഷനിൽ ഒരു അമ്മ ചോദിക്കുക, തിന്നാൻ തന്നെ പൈസയില്ല പോലീസെ, എന്നേരത്താണ് എന്റെ 5ാം ക്ലാസ്സിലെ ചെക്കയിന്റെ 2500 സാധനം തിന്നുന്നു. അവിടെയാണ് നമ്മളെല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്ന കാര്യം. ഈ സാധനത്തിന് രൂപമില്ല, മണമില്ല, രുചിയില്ല, ഒന്നുമില്ല.